നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. 10-ാം ഇടത്തിലേക്ക്. ജൂലൈ 21 മുതൽ ജൂലൈ 27 വരെയുള്ള ഒരാഴ്ച 12 രാശിക്കാർക്കും, അതായത് 12 കൂറുകാർക്കും എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം അശ്വതി ഭരണി കാർത്തികയുടെ കാൽ, അതായത് മേടക്കൂർ. ആഴ്ചയുടെ തുടക്കത്തിൽ ഇവർക്ക് സാമ്പത്തികമായിട്ട് നല്ലൊരു വരുമാനം കാണുന്നു. പ്രത്യേകിച്ച് കുറേ കാലമായി കിട്ടാനുണ്ടായിരുന്ന തങ്ങളുടെ ജോലി സ്ഥലത്തു നിന്ന് കിട്ടാനുണ്ടായിരുന്ന പണമോ, അതല്ലെങ്കിൽ മറ്റുള്ളവർ വാങ്ങിക്കൊണ്ടുപോയ പണമോ, അതല്ലെങ്കിൽ ഇവർ എവിടെയെങ്കിലും അപേക്ഷ അയച്ചിട്ടുണ്ടെങ്കിൽ സാമ്പത്തിക സഹായത്തിന് അതും അനുവദിച്ച് കിട്ടുന്നതായിട്ടാണ് കാണുന്നത്. ആഴ്ചയുടെ തുടക്കത്തിലെ 4-5 ദിവസങ്ങളും സാമ്പത്തിക ഗുണത്തിൻ്റെയും പ്രവർത്തനങ്ങളുടെ വിജയത്തിൻ്റെയും ഭാഗമായിട്ട് നന്നായി സന്തോഷിക്കാനുള്ള ഒരു വക മേടക്കൂറുകാർക്ക് കാണുന്നുണ്ട്. എന്നാൽ ആഴ്ചയുടെ അവസാനത്തോടുകൂടി ചെലവ് വർദ്ധിച്ചിരിക്കുന്നതായി കാണുന്നു. ഈ ചെലവ് വർദ്ധിച്ചിരിക്കുന്നത് ഒരിക്കലും ഒരു അനാമത്ത് ചെലവായിട്ട് കരുതേണ്ട ആവശ്യമില്ല മേടക്കൂറുകാർ, അതായത് അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യത്തെ കാൽ നക്ഷത്രക്കാർ. ഒന്നുകിൽ ഇവരുടെ മക്കളുടെ വിദ്യാഭ്യാസ സംബന്ധമായ കാര്യത്തിനോ അല്ലെങ്കിൽ അവരുടെ വിവാഹ സംബന്ധമായ കാര്യത്തിനോ ഒക്കെ വേണ്ടിയിട്ട് ആയിരിക്കണം ഈ ചിലവ് ഇപ്പോൾ നടത്തുന്നത് എന്ന് കാണാം. അല്ലെങ്കിൽ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ പോകുമെന്ന് കാണുന്നു. പ്രത്യേകിച്ച് വെള്ളി, ശനി, ഞായർ ദിവസങ്ങൾ, അടുത്ത വെള്ളി, ശനി, ഞായർ ദിവസങ്ങൾ, അതായത് പ്രത്യേകിച്ചും വ്യാഴം, വെള്ളി, ശനി ദിവസങ്ങളിൽ പ്രധാനമായിട്ടും പോകുന്നതായിട്ട് കാണുന്നുണ്ട്. തീർത്ഥാടന കേന്ദ്രങ്ങളിലോ അല്ലെങ്കിൽ മക്കളുടെ വിദ്യാഭ്യാസ സംബന്ധമായ കാര്യങ്ങളിലോ, അതുമല്ലെങ്കിൽ വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിലോ. ഇതൊക്കെയും ഉടനെ ലാഭം കിട്ടാത്ത കാര്യങ്ങൾക്കായിരിക്കും, എന്നാൽ ഭാവിയിൽ ഗുണം ചെയ്യുന്ന കാര്യങ്ങൾക്ക് പണം മുടക്കുന്ന ഒരു അവസരം കാണുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ പൊതുവെ മേടക്കൂറുകാർക്ക് ഈ ആഴ്ച തുടക്കത്തിൽ സാമ്പത്തികമായ ഗുണവും യാത്ര കൊണ്ട് പ്രയോജനവും, വിദേശ സംബന്ധമായ യാത്രയോ അല്ലെങ്കിൽ തങ്ങൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ട വ്യക്തികളുമായി ഒരുമിച്ച് മനസ്സിന് സന്തോഷം ലഭിക്കുന്ന ഉല്ലാസയാത്ര നടത്തുവാനോ, നല്ല ഭക്ഷണം കഴിക്കുവാനുള്ള സ്ഥലങ്ങളിൽ പോകുവാനോ, നല്ല വസ്ത്രം ധരിക്കുവാനോ ഒക്കെ സാധ്യതയുണ്ട്. പ്രവർത്തിക്കുന്ന മേഖലകളിൽ കൂടുതൽ ഉന്മേഷവും സന്തോഷവും ലഭിക്കുന്ന അവസരവും കാണുന്നു. തൊഴിൽ മേഖല കുറച്ചുകൂടി പുഷ്ടിപ്പെടുന്നതായി കാണുന്നു. അതുകൊണ്ട് തന്നെ സാമ്പത്തിക ലാഭം വരുംകാലങ്ങളിൽ വർദ്ധിക്കുന്നതിൻ്റെ ഒരു തെളിവ് കൂടിയാണിത്. അപ്പോൾ പ്രവർത്തന വിജയം, സാമ്പത്തിക ലാഭം, അതുപോലെ തന്നെ യാത്ര കൊണ്ട് ഗുണം പൊതുവെ കാണുന്നു. ബന്ധുമിത്രാദികളും അതുപോലെ ഇഷ്ടപ്പെടുന്ന വ്യക്തികളുമൊത്തൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് പോകാനുള്ള ഒരു അവസരവും കാണുന്നുണ്ട്. ആഴ്ചയുടെ അവസാനത്തോടു കൂടി കുറച്ച് ചിലവ് വർദ്ധിച്ചിരിക്കുമെന്ന് കാണുന്നു. അത് തങ്ങൾക്ക് ഉടനെ ലാഭം കിട്ടാത്ത പ്രവൃത്തികളായിരിക്കാം. നേരത്തെ പറഞ്ഞതുപോലെ മക്കളുടെ വിദ്യാഭ്യാസമോ അവരുടെ രോഗസംബന്ധമായ സംരക്ഷണത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാരുടെ തന്നെ ജീവിത ആരോഗ്യ പ്രശ്നങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ വേണ്ടിയാവണം. ഏതായാലും ഭാവിയിൽ ഗുണം ചെയ്യുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പണം മുടക്കുന്നുവെന്ന് കരുതിയാൽ മതി. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 21, 22, 23, 24, 25 ഉച്ച വരെ, പിന്നെ 27 ഉച്ചയ്ക്ക് ശേഷവും നല്ലതാണ്. ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ കാർത്തികയുടെ 2ാമത്തെ മുക്കാൽ, രോഹിണി, മകയിരത്തിൻ്റെ ആദ്യത്തെ അര. ഇവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഈ നക്ഷത്രക്കാരുടെ പിതാക്കളുമായിട്ട്, അതായത് അവരുടെ അച്ഛൻ്റെ സ്ഥാനത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ രക്ഷാകർത്തൃ സ്ഥാനത്ത് നിൽക്കുന്ന ആരായാലും അവരോട് ഏതെങ്കിലും തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളോ കലഹമോ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത് മാനസികമായ വിഷമങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യതയും കാണുന്നു. അതുപോലെ തന്നെ പിതൃ സ്ഥാനത്തുള്ളവർക്ക് ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങളുണ്ടാകാം. അതുമാകാം ഈ നക്ഷത്രക്കാർക്കിപ്പോൾ ഇവരെ സംബന്ധിച്ച് മനസ്സിന് വിഷമമുണ്ടാക്കുന്ന കാര്യം. തിങ്കൾ, ശനി അല്ലെങ്കിൽ ഞായർ, തിങ്കൾ ദിവസങ്ങളിൽ മാത്രമായിരിക്കും ഇത്തരം കാര്യങ്ങൾ ഉണ്ടാവുക. അതിനുശേഷം അതിൻ്റെ സീരിയസ്നെസ് കുറയുന്നതായിട്ട് കാണാം. പ്രത്യേകിച്ചും ചൊവ്വ മുതൽ ഇവരുടെ വ്യാപാര സംബന്ധമായ കാര്യങ്ങളിലായാലും ശരി, ഇവർ പ്രവർത്തിക്കുന്ന മേഖലയിലായാലും ശരി കൂടുതൽ ഗുണമായിട്ട് കാണുന്നു. തൊഴിൽ ഇല്ലാത്തവർക്കാണെങ്കിൽ ഈ ചൊവ്വാഴ്ചയ്ക്ക് ശേഷം പുതിയ തൊഴിൽ സംരംഭങ്ങളുമായി ബന്ധപ്പെട്ട് അഭിമുഖങ്ങളിൽ പങ്കെടുക്കേണ്ടി വരികയോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളിൽ ഏതെങ്കിലും വിധേനയുള്ള പരീക്ഷകൾക്ക് ഹാജരാകേണ്ടി വരികയോ ചെയ്തേക്കാം. ഏതായാലും പൊതുവെ ഇവർക്കിപ്പോൾ സാമ്പത്തികമായിട്ട് ഗുണം കിട്ടുന്ന ചില കർമ്മ മേഖലകളിൽ പ്രവേശിക്കാൻ സാധിക്കുന്നതായിട്ടാണ് കാണുന്നത്. അതുപോലെ ബുധൻ, വ്യാഴം ദിവസങ്ങളിൽ സാമ്പത്തികമായിട്ട് ഗുണവും കാണുന്നു. പ്രവർത്തനങ്ങളിൽ കൂടുതൽ മികവും അല്ലെങ്കിൽ ജോലി ഇല്ലാത്തവർക്ക് ജോലി കിട്ടാനുള്ള സാധ്യതയും ജോലി ഉള്ളവർക്ക് കൂടുതൽ നന്നായി പ്രവർത്തിക്കാനുള്ള സാധ്യതയും കാണുന്നു. ഇവരെ സംബന്ധിച്ചിടത്തോളം പഠിച്ചുകൊണ്ടിരുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ അവർക്ക് പഠനത്തിൽ കൂടുതൽ മികവ് കാണിക്കാൻ സാധിക്കുന്നു. ആഴ്ചയുടെ തുടക്കത്തിലെ 2 ദിവസമല്ല, ശേഷം വരുന്ന ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി ദിവസങ്ങളിൽ കൂടുതൽ നന്നായി മികവ് കാണിക്കാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ യാത്രാഗുണം കാണുന്നു. യാത്രാഗുണം എന്ന് പറയുമ്പോൾ ആ മേഖലകളിൽ ജോലി ചെയ്യുന്നവർ, യാത്ര കൊണ്ട് ജീവിക്കുന്നവർ, ആ മേഖലയിൽ ജോലി ചെയ്യുന്നവർ, അവർക്കും ഗുണം കാണുന്നുണ്ട്. അതുപോലെ പഠനത്തിന് വേണ്ടിയിട്ടോ വിദേശവാസത്തിന് വേണ്ടിയിട്ടോ വിദേശത്ത് ജോലി ലഭിക്കാൻ വേണ്ടിയിട്ടോ ശ്രമിക്കുന്ന കാര്യങ്ങൾക്ക് അനുമതി ലഭിക്കുകയോ അല്ലെങ്കിൽ അക്കാര്യങ്ങളിൽ സന്തോഷകരമായ വാർത്ത കേൾക്കുകയോ ചെയ്യാം.
പൊതുവെ മറ്റൊരു പ്രധാനപ്പെട്ട വിശേഷം ഇവർക്കിപ്പോൾ ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങളുടെ ഒരു പ്രശ്നമാണ്. അത് വളരെ ശ്രദ്ധിക്കണം. ആഴ്ചയുടെ തുടക്കത്തിൽ പിതാവിനും അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്കോ അത്തരത്തിലുള്ള അസുഖങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത് ചിലപ്പോൾ പ്രവർത്തന മേഖലയിലും അതുപോലെ തന്നെ അവരുടെ യാത്രകളിലുമൊക്കെ തടസ്സം സൃഷ്ടിച്ചേക്കാം. ആഴ്ചയുടെ അവസാന ദിവസങ്ങൾ കൂടുതൽ സാമ്പത്തികമായ നേട്ടം കാണുന്നുണ്ട്. ഏറ്റവും അവസാന ദിവസം ഉച്ചയ്ക്ക് ശേഷം ശ്രദ്ധിക്കണം. കുറച്ച് സാമ്പത്തികമായിട്ടുള്ള ചില മനോവിഷമങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. ചില കാര്യങ്ങൾ മുടങ്ങിപ്പോകാനും സാധിക്കും. ഏറ്റവും ഇഷ്ടപ്പെട്ടിരുന്ന ചില പ്രവർത്തനങ്ങൾ തൽക്കാലത്തേക്കൊന്നും മുടങ്ങാം, പക്ഷേ തൊട്ടടുത്ത ദിവസം തൊട്ടത് മാറും. ഇവരെ സംബന്ധിച്ചിടത്തോളം, അതായത് ഇടവക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 23, 24, 25, 26, 27 ഉച്ചവരെയും ഗുണകരമാണ്. അടുത്തത് മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മകയിരത്തിൻ്റെ രണ്ടാമത്തെ അര, തിരുവാതിര, പുണർദത്തിൻ്റെ ആദ്യത്തെ മുക്കാൽ ഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളവും ശ്രദ്ധിക്കേണ്ട പ്രധാന വിഷയം സാമ്പത്തികമായിട്ട് കുറച്ച് പണം അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് ഇവർ ശ്രമിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങൾക്ക് ചെറിയ ചില തടസ്സങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും ആഴ്ചയുടെ തുടക്ക ദിവസങ്ങളിൽ കൊടുക്കാം ഏറ്റിരുന്ന പണം കൊടുക്കാൻ സാധിക്കാതെ വരിക, അല്ലെങ്കിൽ ഇവർക്കാരെങ്കിലും നൽകാമെന്ന് പറഞ്ഞിരുന്ന പണം സമയത്ത് കിട്ടാതിരിക്കുക. പ്രത്യേകിച്ചും ആഴ്ചയുടെ ഈ 2 ദിവസങ്ങളിൽ അതിന് സാധ്യത കാണുന്നുണ്ട്. എന്നാൽ അതിനുശേഷം ഇവർക്ക് കൂടുതൽ ഗുണമാണ് കാണുന്നത്. അതായത് പ്രത്യേകിച്ചും ബുധനാഴ്ച തൊട്ട് സാമ്പത്തികമായിട്ട് ഇവർക്ക് മനസ്സിന് സമാധാനം ലഭിക്കുന്ന തരത്തിൽ പണം എത്തുമെന്നാണ് കാണുന്നത്. തങ്ങൾക്ക് കൊടുക്കാനുണ്ടായിരുന്നവർക്ക് കൊടുക്കാൻ സാധിക്കുകയും ഈ നക്ഷത്രക്കാരെ ആശ്രയിച്ച് നിൽക്കുന്ന ഏറ്റവും അടുത്ത ബന്ധുക്കൾക്കോ സുഹൃത്തുക്കൾക്കോ പണം നൽകാൻ സാധിക്കുകയും ചെയ്യും ബുധനാഴ്ച തൊട്ട്. അതുപോലെ തന്നെ പ്രവർത്തനങ്ങളിലും ഇവർക്ക് മനസ്സുറപ്പിക്കാൻ സാധിക്കുന്നത് ബുധനാഴ്ചയ്ക്ക് ശേഷമാണ്. കർമ്മശേഷി വർദ്ധിക്കും. അതുപോലെ തന്നെ വീട്ടിലെ അന്തരീക്ഷത്തിൽ കുറച്ചുകൂടി സമാധാനപരവും സന്തോഷകരവുമായ അവസരങ്ങൾ ഉണ്ടാകും, അല്ലെങ്കിൽ അത്തരം നിമിഷങ്ങൾ പങ്കുവയ്ക്കാൻ സാധിക്കും. ഇവരെ സംബന്ധിച്ചിടത്തോളം തൊഴിൽ മേഖലയിലും ബുധനാഴ്ച വരെ അല്പം ശ്രദ്ധിക്കണം. അതായത് ഞായർ, തിങ്കൾ, ചൊവ്വ ദിവസങ്ങളിൽ അത്ര ഗുണകരമായിട്ട് കാണുന്നില്ല. ഏതെങ്കിലും വിധത്തിലുള്ള ശാരീരികമായ അവശതയോ മാനസിക വിഷമമോ പ്രവർത്തന രംഗത്തു നിന്നുമൊക്കെ ഉണ്ടാകാം. പക്ഷേ ബുധനാഴ്ച തൊട്ട് അതിന് മാറ്റം കാണുന്നുണ്ട്. പ്രവർത്തനങ്ങളിൽ നല്ല വിജയവും സാമ്പത്തികമായ ഗുണവും ഭാവിയിൽ ഗുണം ചെയ്യേക്കാവുന്ന കാര്യങ്ങൾക്ക് വേണ്ടി അടിത്തറയിടാനുമൊക്കെ സാധിക്കും. പൊതുവെ ആഴ്ചയുടെ മധ്യഭാഗത്തിന് ശേഷം, പകുതിക്ക് ശേഷമാണ് കൂടുതൽ ഇവർക്ക് ഗുണം കാണുന്നത്. വിദേശവുമായി ബന്ധപ്പെട്ട യാത്രയ്ക്കോ അല്ലെങ്കിൽ ഇവിടെ തന്നെ യാത്രയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വച്ചിട്ട് ജോലി ചെയ്യുന്നവർക്കോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ ചില ക്രയവിക്രയങ്ങൾ നടത്തുന്നവർക്കോ കൂട്ടു ബിസിനസ് നടത്തുന്നവർക്കോ കച്ചവടത്തിൻ്റെ മറ്റ് മേഖലകളിൽ വ്യാപരിക്കുന്നവർക്കോ ഓൺലൈൻ കൺസൾട്ടേഷൻ നടത്തുന്നവർക്കോ അത്തരം ബിസിനസ് നടത്തുന്നവർക്കോ ഒക്കെ ഗുണകരമായിട്ട് കാണുന്നുണ്ട് ബുധനാഴ്ചയ്ക്ക് ശേഷം. അതുപോലെ വിദ്യാഭ്യാസ സംബന്ധമായ കാര്യങ്ങളിലും അറിവ് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്ന ജോലിയുടെ മേഖലയിലായാലും കമ്മ്യൂണിക്കേഷൻ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കായാലും ഒക്കെ തന്നെ ബുധനാഴ്ചയ്ക്ക് ശേഷം കുറച്ചുകൂടി ഗുണമാണ് കാണുന്നത്. ആഴ്ചയുടെ ആദ്യത്തെ 2 ദിവസത്തെ തടസ്സങ്ങളോ അത് സമ്മാനിക്കുന്ന മനോവിഷമങ്ങളോ കാര്യമായി എടുക്കേണ്ടതില്ല. പിന്നീട് അങ്ങോട്ട് അതിൻ്റെ ഇരട്ടിയായിട്ട് ഗുണം ഇവർക്ക് വരുന്നതാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 25 ഉച്ചയ്ക്ക് ശേഷം 26, 27 ദിവസങ്ങൾ വളരെ ഗുണകരമാണ്. അടുത്തത് കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ പുണർദത്തിൻ്റെ അവസാനത്തെ കാൽഭാഗം, പൂയം, ആയില്യം നക്ഷത്രങ്ങളാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം അഷ്ടമശനിയുടെ കാര്യം പറഞ്ഞുകൊണ്ടേ തുടങ്ങാൻ സാധിക്കുകയുള്ളൂ. ഏത് കാര്യവും 100% പ്രതീക്ഷിച്ചിട്ടുണ്ടെങ്കിൽ 80%-ഓളമേ അവരുടെ കൈക്കിലിപ്പോൾ എത്തുകയുള്ളൂ. അതും വ്യാഴം 11-ൽ നിൽക്കുന്നതിൻ്റെയും ചൊവ്വ 11-ൽ നിൽക്കുന്നതിൻ്റെയും അനുഗ്രഹം കൊണ്ട്. അതുപോലെ ജന്മത്തിൽ ശുക്രൻ ഇപ്പോൾ നിൽക്കുന്നുണ്ട്. സൂര്യനും കൂടെ ഉണ്ടെങ്കിലും ശുക്രൻ്റെ ഗുണമാണ് അവിടെ കൂടുതലായിട്ട് കാണേണ്ടത്. അപ്പോൾ തങ്ങൾ പ്രവർത്തിക്കുന്ന മേഖലയിൽ നല്ല വ്യക്തിത്വത്തോടുകൂടി നല്ല പക്വതയോടുകൂടി ഇടപെടാൻ ഇവർക്ക് സാധിക്കുന്ന ഒരവസരം കാണുന്നു. അതുകൊണ്ട് തന്നെ സാമ്പത്തികമായിട്ട് പ്രതീക്ഷിച്ച അത്രയും വന്നില്ലെങ്കിലും കുറച്ച് ഇവർക്ക് അനുഗ്രഹമായി വരാൻ സാധിക്കുന്നു. അതുപോലെ യാത്രയും ഏകദേശമൊക്കെ, അതായത് വിദേശവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിലായാലും ശരി അല്ലെങ്കിൽ ഉപരിപഠനത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളിലായാലും ശരി, ആ മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് അതിനുവേണ്ടി ശ്രമിക്കുന്നവർക്ക് ഈ 100%വും പ്രതീക്ഷ സാധ്യമാകണമെന്നില്ലെങ്കിലും മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന തരത്തിൽ അതുവരെ ഉണ്ടായിരുന്ന തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടുന്ന തരത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകും. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട വിശേഷം, തങ്ങൾക്ക് സാമ്പത്തികമായിട്ട് ആരെങ്കിലും ആശ്രയിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ആ ആശ്രയത്തിന് പൂർണ്ണ പിന്തുണ കിട്ടുന്നൊരവസരം കാണുന്നുണ്ട്. കാരണം കടമാണെങ്കിലും ആശ്രയമാണ് എന്നുള്ള ഒരവസ്ഥയിൽ ഇപ്പോൾ ഈശ്വരാനുഗ്രഹം അവർക്ക് ഉണ്ട്. അതുകൊണ്ട് സാമ്പത്തികമായി ആരെങ്കിലും ഇപ്പോൾ ആശ്രയിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും അത് വലിയ പാരയായി വരില്ല. സാധാരണ
ആരെങ്കിലും സഹായിക്കും. പിന്നീട് നമുക്ക് ഏറ്റവും പണം ഞെരുങ്ങി നിൽക്കുന്ന അവസരത്തിൽ ഇവർ തിരിച്ചു ചോദിച്ച് മാനസികമായി ശല്യപ്പെടുത്തും. അത്തരം കാര്യങ്ങൾ, അത്തരം അവസരങ്ങൾ ഉണ്ടാകാത്ത തരത്തിൽ ചിലയിടങ്ങളിൽ നിന്ന് സാമ്പത്തിക സഹായം ഈ നക്ഷത്രക്കാർക്ക് ഇപ്പോൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട വിശേഷം ഇവരെ സംബന്ധിച്ചിടത്തോളം ഗുണകരമായിട്ടുള്ളത് തൊഴിൽ മേഖലയിൽ ഒരു മാറ്റമാണ്. തങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന മേഖലയിൽ ഒരു ചെറിയ വ്യത്യാസം വരുന്നതാണ്. ഒന്നുകിൽ പദവിയിൽ മാറ്റം വരാം, അല്ലെങ്കിൽ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ഓഫീസ് മന്ദിരങ്ങൾ മാറാം, അല്ലെങ്കിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന രാജ്യം മാറാം. ഏതായാലും ഇവർക്കൊരു ചേഞ്ച് വരുന്നുണ്ട്. ഏകദേശം 1 വർഷത്തോളം നീങ്ങുന്ന ചേഞ്ച് ആണെങ്കിലും ഇപ്പോൾ അതിന് പ്രസക്തി കൂടുതലാണ്. അതിൻ്റെ തുടക്കമോ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളോ ഈ ആഴ്ച ഇവർക്ക് അറിയാൻ സാധിക്കുന്നതാണ്. അപ്പോൾ പൊതുവേ ഇവർക്ക് തടസ്സങ്ങൾ ഉണ്ടെങ്കിലും ആ തടസ്സത്തെ, ഭാഗ്യത്തെയും ഭാഗ്യക്കേടിനെയുമൊക്കെ അതിജീവിച്ചുകൊണ്ട് ഇവർക്ക് സാമ്പത്തികമായി മനസ്സിനെ ആശ്വസിപ്പിക്കുന്ന തരത്തിലുള്ള നേട്ടങ്ങളും അതുപോലെ ജോലി സംബന്ധമായ കാര്യങ്ങളിലെ തടസ്സങ്ങളും മാറി പൊതുവെ ഗുണകരമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുന്നുണ്ട്. പിതാവിന് അല്ലെങ്കിൽ രക്ഷാകർതൃ സ്ഥാനത്തുള്ളവർക്ക് ശാരീരികമായ അവശത, അവർക്ക് നീർക്കെട്ടിൻ്റെ അസുഖമോ അല്ലെങ്കിൽ ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങളോ അലർജി വിഷയങ്ങളോ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നു. ഞാൻ നേരത്തെ പറഞ്ഞു എല്ലാ കാര്യങ്ങൾക്കും ഒരു തടസ്സം ഉണ്ടാകുമെന്ന്. അതുകൊണ്ട് തന്നെ ഉപരിപഠനാർത്ഥമുള്ള യാത്രയ്ക്കും ഒക്കെ ചെറിയ ചില തടസ്സങ്ങൾ ഉണ്ടാകാം. ഒന്നുകിൽ തടസ്സത്തിന് ശേഷം അത് മാറാം, അല്ലെങ്കിൽ ഭാഗികമായി മനസ്സിനെ വിഷമിപ്പിച്ചുകൊണ്ട് ചില നേട്ടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയാണ് കാണുന്നത്. അത് പ്രത്യേകം മനസ്സിലാക്കുക. പ്രാർത്ഥിക്കുക. ഓം ശനൈശ്വരായ നമ എന്ന് ജപിക്കുക. ശനിദേവനെ പ്രത്യേകമായി ആരാധിക്കുക ഈ തടസ്സങ്ങൾ മാറിക്കിട്ടാനായി. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് 21, 22 നല്ല ദിവസമാണ്. അതിനുശേഷം 27-ാം തീയതി ഉച്ചയ്ക്ക് ശേഷവും ഗുണകരമാണ്. അടുത്തത് ചിങ്ങക്കൂറാണ്. ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മകം, പൂരം, ഉത്ര. 10-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന വ്യാഴവും ചൊവ്വയുമാണ് ഇപ്പോഴും ഇവർക്ക് അനുഗ്രഹമായി നിൽക്കുന്നത്. 12-ാം ഭാവത്തിൽ സൂര്യനും ശുക്രനുമുണ്ട്. ജന്മത്തിൽ ബുധൻ. സ്വാഭാവികമായും അറിവിൻ്റെ മേഖലയിലും പഠന മേഖലയിലുമൊക്കെ പ്രവർത്തിക്കുന്നവർക്ക്, അതായത് അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കുമൊക്കെ ഗുണകരമായ ഒരു ആഴ്ച തന്നെയാണ് എന്ന് വിശ്വസിക്കാം. അതോടൊപ്പം തന്നെ തങ്ങൾക്ക് ഏതെങ്കിലും ഒരു മേഖലയിൽ അറിവിൻ്റെ കാര്യത്തിലോ അല്ലെങ്കിൽ അറിവ് നേടുന്നതിൻ്റെ കാര്യത്തിലോ അല്ലെങ്കിൽ ചില കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിൻ്റെ കാര്യത്തിലോ ഒക്കെ ആലസ്യമോ പ്രശ്നങ്ങളോ ഉണ്ടായിരുന്നെങ്കിൽ അതിനൊരു മാറ്റം പ്രതീക്ഷിക്കാം. ശാരീരികമായി കുറച്ചുകൂടി നല്ല ഇംപ്രഷൻ, അതായത് നല്ല വ്യക്തിത്വം മറ്റുള്ളവരുടെ മുമ്പിൽ കാഴ്ചയിൽ ഒരു മികവ് ഉണ്ടാക്കുന്ന തരത്തിലുള്ള അണിഞ്ഞൊരുങ്ങലോ അല്ലെങ്കിൽ അത്തരത്തിൽ വ്യക്തിത്വം മാറ്റിയെടുക്കാനോ സാധിക്കുന്ന ഒരാഴ്ച കൂടിയാണിത്. പൊതുവേ തങ്ങളുടെ ഏതെങ്കിലും തരത്തിലുള്ള ശാരീരികമായ വൈകല്യങ്ങളും ആലസ്യങ്ങളുമൊക്കെ നന്നായി മറയ്ക്കാൻ സാധിക്കുകയും മറ്റുള്ളവരുടെ മുമ്പിൽ കൂടുതൽ ഇഫക്റ്റീവായി ഫലപ്രദമായി ഇവർക്ക് നിൽക്കാൻ സാധിക്കുകയും പ്രവർത്തിക്കാൻ സാധിക്കുകയും ചെയ്യുന്ന ഒരാഴ്ചയായി കാണുന്നു. ഒരു കാര്യം പ്രത്യേകം മനസ്സിലാക്കേണ്ടത്, പല കാര്യങ്ങളിലും ഇവർക്ക് ഇപ്പോൾ പൂർണ്ണമായും സുതാര്യത പുലർത്തേണ്ടതുണ്ട്. കാരണം 7-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ശനി ഇവരുടെ ഏറ്റവും വേണ്ടപ്പെട്ടവരുടെ മുമ്പിൽ ഇവരെ തെറ്റിദ്ധരിപ്പിക്കപ്പെടാൻ സാധ്യതയുള്ള അവസരങ്ങൾ ഇപ്പോഴുമുണ്ട്. അഷ്ടമത്തിൽ നിൽക്കുന്ന രാഹു ഇവരെക്കുറിച്ച് അപവാദ കഥകൾ ഉണ്ടാകാനും മറ്റുള്ളവരുടെ ഇടയിൽ നുണക്കഥകൾ പ്രചരിപ്പിക്കാനുമൊക്കെ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ 2-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന കേതു അത്തരം വർത്തമാനങ്ങളോ അത്തരം സാഹചര്യങ്ങളോ വരുമ്പോൾ പൊട്ടിത്തെറിക്കാനുള്ള സാധ്യതയും ഈ നക്ഷത്രക്കാർക്ക് ഇപ്പോൾ ഉണ്ട്. അതിനെ സമാധാനപരമായി നേരിടാനുള്ളൊരു മാനസികാവസ്ഥ ഉണ്ടായിരിക്കണമെന്നില്ല. അതുകൊണ്ട് തന്നെ വേണ്ടപ്പെട്ടവരുടെ ഇടയിൽ, ജീവിത പങ്കാളിയുടെ മുമ്പിൽ, കുടുംബത്തിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടാകാം. തങ്ങൾ മോശപ്പെട്ടവനായി ചിത്രീകരിക്കപ്പെടാം. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം. എല്ലാ കാര്യങ്ങളിലും ഒരു സുതാര്യത ഈ ആഴ്ചയും ചിങ്ങക്കൂറുകാർ പുലർത്തുന്നത് വളരെ നല്ലതായിരിക്കും. എന്നാൽ ഒരു കാര്യം പറയാം, 9-ാം ഭാവാധിപൻ 10-ൽ നിൽക്കുന്നതുകൊണ്ട് കർമ്മ മേഖലയിൽ ഇവരെ ആരും ഇപ്പോൾ തെറ്റിദ്ധരിക്കില്ല. അവർക്ക് അവരുടെ ജോലി നന്നായി ചെയ്യാൻ സാധിക്കുന്നതും അതിന് സാമ്പത്തികമായി ഉയർച്ച കിട്ടുന്നതുമാണ്. വിദേശവുമായി ബന്ധപ്പെട്ടിട്ടുള്ള യാത്രകളിലുമൊക്കെ ഇവർക്കിപ്പോൾ ഗുണം കാണുന്നു. കഴിഞ്ഞ കുറേ കാലമായി ഉണ്ടായിരുന്ന ആലസ്യവും മടിയുമെല്ലാം ആ മേഖലയിൽ നിന്ന് തുടച്ചു നീക്കപ്പെടുന്നതാണ്. അതുകൊണ്ട് തന്നെ യാത്ര വളരെ പുഷ്ടിപ്പെടും. വിദേശവുമായി ബന്ധപ്പെട്ട യാത്രയാണെങ്കിലോ പഠനവുമായി ബന്ധപ്പെട്ട് വിദേശത്ത് പോകുന്ന കാര്യത്തിലാണെങ്കിലോ ജോലി കാര്യത്തിലാണെങ്കിലോ അല്ലെങ്കിൽ അവിടെയുള്ള ഈ നക്ഷത്രക്കാരുടെ ഏതെങ്കിലും തരത്തിലുള്ള വൈഷമ്യങ്ങൾ മാറുന്ന കാര്യത്തിലായാലും ഒക്കെ ഗുണകരമായ നീക്കങ്ങൾ ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ട് പൊതുവേ ഇത്തരം കാര്യങ്ങൾ, ജോലി സംബന്ധമായ കാര്യങ്ങളിലും വരുമാന സംബന്ധമായ കാര്യങ്ങളിലുമൊക്കെ ഇവർക്ക് ഗുണം കാണുന്നു. വീട്ടിൻ്റെ ആവശ്യത്തിനോ വീട്ടിലെ ഇൻറ്റീരിയർ ഡിസൈൻസ് ഒക്കെ നന്നാക്കുന്നതിനോ വീട് മോടി പിടിപ്പിക്കുന്നതിനുമായിട്ട് പണം ചിലവഴിച്ചേക്കാം. പുതിയ വാഹനത്തിന് വേണ്ടി പണം ചിലവഴിക്കാം. അതുപോലെ വസ്ത്രം സുലഭമായിട്ടിപ്പോൾ ഇവർക്ക് കിട്ടുന്നൊരു അവസരം കൂടി കാണുന്നുണ്ട്. എന്നാലും കുറേ ചിലവ് ഇവർക്കിപ്പോൾ ഇത്തരം കാര്യങ്ങൾക്ക്, സൗന്ദര്യ സംബന്ധമായ കാര്യങ്ങൾക്കും വീട്ടിലെ മറ്റു ഉപകരണങ്ങൾ വാങ്ങുന്നതിലുമൊക്കെ ചിലവഴിക്കേണ്ടി വരും. പിതാവിന് ശാരീരികമായി ചെറിയ അവശത കാണുന്നുണ്ട്. കണ്ണ്, ഹൃദയം, ഞരമ്പുകൾ ഈ ഭാഗങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഈ നക്ഷത്രക്കാർ.
ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ പ്രധാനപ്പെട്ട ദിവസങ്ങളെന്ന് പറയുന്നത് 21, 22, 23, 24, 25 ഉച്ചവരെയും ഗുണകരമാണ്. അടുത്തത് കന്നിക്കൂർ. കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രത്തിൻ്റെ രണ്ടാമത്തെ മുക്കാൽ, അത്തം, ചിത്തിരയുടെ ആദ്യത്തെ അര. ഇവരെ സംബന്ധിച്ചിടത്തോളവും 9ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന വ്യാഴത്തിൻ്റെ അനുഗ്രഹവും അതുപോലെ 11ൽ സഞ്ചരിക്കുന്ന ശുക്രനും സൂര്യനും ഗുണത്തെ സമ്മാനിക്കും. 12ൽ സഞ്ചരിക്കുകയാണ് ബുധൻ. മറഞ്ഞ ബുധൻ നിറഞ്ഞ അറിവിനെ കൊടുക്കുമെന്ന പ്രമാണം വെച്ച് ഇവർക്ക് ഇപ്പോൾ ഗുണം കാണുന്നുണ്ട്. ഭാഗ്യമാണ് ഇവരെ ഇപ്പോൾ സാമ്പത്തിക കാര്യത്തിൽ അനുഗ്രഹിക്കുക. കുറേ കാലമായി ഏതെങ്കിലും വിധത്തിൽ തടയപ്പെട്ട് കിടന്നിരുന്ന ഇൻകം, അതായത് വരുമാനം, ഇവർക്ക് ഇപ്പോൾ സുഗമമായി ഇവരിലേക്ക് ഒഴുകിയെത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. തടസ്സങ്ങളൊക്കെ മാറുന്നു സാമ്പത്തികം കിട്ടുന്ന കാര്യത്തിൽ. അതുപോലെ തന്നെ പ്രവർത്തനങ്ങളിൽ ഒരു പുതിയ ഭാഗ്യമുണ്ടാകുന്നു എന്നത് മനസ്സിലാക്കണം. അതുവരെ പിടികിട്ടാതിരുന്ന ചില പുതിയ ആശയങ്ങളുമായിട്ട് ഇവർക്ക് ഇവരുടെ കർമ്മരംഗത്ത് നന്നായി ശോഭിക്കാൻ സാധിക്കുന്നതായിട്ടാണ് കാണുന്നത്. ശാരീരികമായി കുറച്ചുകൂടി ഗുണം കാണുന്നുണ്ട്. ചില ചെറിയ രോഗങ്ങളോ അല്ലെങ്കിൽ ചെറിയ അവശതകളോ ഉണ്ടായിരുന്നെങ്കിൽ കൂടി അതിനൊക്കെ ഈ ആഴ്ചയിൽ മാറ്റം പ്രതീക്ഷിക്കാം. മുറിവ് അല്ലെങ്കിൽ ചെറിയ ചില ഓപ്പറേഷനുകൾ, ഇതൊക്കെ കഴിഞ്ഞ് ആലസ്യത്തിലായിരുന്നവർ, റെസ്റ്റ് എടുത്തിരുന്നവർക്ക് വീണ്ടും ജീവിതത്തിലെ തിരക്കുകളിലേക്ക് വരാനുള്ള സമയം ഈ ആഴ്ചയായി എന്ന് വേണം കരുതാൻ. അതുകൊണ്ട് തന്നെ പ്രവർത്തന മേഖല കൂടുതൽ പുഷ്ടിപ്പെടുന്നു. ശ്രദ്ധിക്കേണ്ട പ്രധാന വിഷയം, ഇവർക്കിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്നുകിൽ പിതാവിന് അല്ലെങ്കിൽ ഇവരുടെ രക്ഷാകർതൃ സ്ഥാനത്ത് ആരാണോ ഉള്ളത് അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ശാരീരികമായ അവശതയുണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. എന്നാൽ അതിനൊക്കെയും പരിഹരിക്കാനുള്ള കെൽപ്പ് ഇപ്പോൾ ഈ നക്ഷത്രക്കാർക്ക്, ഈ രാശിക്ക് ഉള്ളതുകൊണ്ട് വലിയ കാര്യമാക്കേണ്ടതില്ല. ഈശ്വരാനുഗ്രഹവും അതുപോലെ തന്നെ സാമ്പത്തിക ബലവും ഇപ്പോൾ ഇവരുടെ കൂടെയുണ്ട്. പിന്നെ മറ്റൊന്ന്, ഇവരും ഇപ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ശാരീരികമായ അവശത ഞാൻ ഒരിക്കൽ പറഞ്ഞു, എന്നാൽ പോലും അണുബാധ വിട്ടുമാറാത്ത ചിലരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടാകും. അതുകൊണ്ട് ശരീരത്തിൻ്റെ ആരോഗ്യം വളരെ സംരക്ഷിക്കേണ്ടത് ആവശ്യമാണ്. അതുപോലെ കുടുംബ ബന്ധങ്ങളിൽ ഈ നക്ഷത്രക്കാരും സുതാര്യത പുലർത്തുന്നത് കൂടുതൽ നന്നായിരിക്കും. ചില മോശപ്പെട്ട ബന്ധങ്ങൾ, നീച ബന്ധങ്ങൾ ഇവരിലേക്ക് ഇപ്പോൾ വരാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ അത് സമൂഹത്തിലും കുടുംബത്തിലും ഒരുപോലെ ചീത്തപ്പേര് വരുത്തുമെന്നതും കാണുന്നു. കാരണം ശുക്രൻ പോയി നിൽക്കുന്നത് 11ാം ഭാവത്തിൽ സൂര്യൻ്റെ കൂടെയാണ്. സൂര്യനും ശുക്രനും ഒരുമിച്ച് നിന്നാൽ ശുക്രന് സൂര്യബന്ധം അത്ര നല്ലതല്ല. അതുപോലെ തന്നെ ബുധൻ 12ൽ പോയി നിൽക്കുന്നത്, 12ാം ഭാവത്തിൽ ബുധൻ പോയി നിൽക്കുന്നതും വീട്ടിലെ ചില പ്രധാന, അതായത് സ്വകാര്യതയുടെ ചില പ്രധാന സ്ഥലങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം. വിദ്യാഭ്യാസ സംബന്ധമായ കാര്യങ്ങളിൽ ഈ നക്ഷത്രക്കാരായ വിദ്യാർത്ഥികൾക്ക് ദോഷമൊന്നും കാണുന്നില്ല. നല്ല വിജയവും പഠനത്തിൽ കൂടുതൽ ഉയർച്ചയും കാണുന്നു. ഉപരിപഠനത്തിന് ശ്രമിക്കുന്നവർക്കും ഗുണമാണ് കാണുന്നത്. അതുകൊണ്ട് ശ്രദ്ധിക്കേണ്ട പ്രധാന വിഷയം, ശാരീരികമായി കുറേയൊക്കെ ഗുണം വരുമെങ്കിലും ആന്തരികമായ ചില അണുബാധകൾ ഉണ്ടാകാനുള്ള സാധ്യത, അത്തരം കാര്യങ്ങൾ പ്രത്യേകമായി ഡയഗ്നൈസ് ചെയ്ത് കണ്ടെത്തി അതിന് ട്രീറ്റ്മെൻറ്റ് നടത്തുക തന്നെ വേണം. ബന്ധങ്ങൾ കൂടുതൽ ചേർത്ത് പിടിക്കണം ഹൃദയത്തോട്. യാതൊരു തരത്തിലുള്ള കള്ളമോ കാവട്യമോ ഇത്തരം കാര്യങ്ങളിൽ ഉണ്ടായാൽ ചിലപ്പോൾ അത് വലിയ ദോഷങ്ങളിലേക്ക് മാറാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 23, 24, 25, 26, 27 ഉച്ചവരെയും ഗുണകരമാണ്. അടുത്തത് തുലാക്കൂറാണ്. തുലാക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ചിത്രയുടെ രണ്ടാമത്തെ അര, ചോതി, വിശാഖത്തിൻ്റെ ആദ്യത്തെ മുക്കാൽ ഭാഗം. അഷ്ടമത്തിൽ സഞ്ചരിക്കുന്ന ചൊവ്വ, അഷ്ടമത്തിൽ സഞ്ചരിക്കുന്ന വ്യാഴം. ഇവരെക്കുറിച്ച് ആദ്യം പറഞ്ഞു തുടങ്ങുമ്പോൾ മോശമാണെന്ന് ചിന്തിക്കേണ്ട. ആദ്യമേ തന്നെ ഈശ്വരാധീനം അല്ലെങ്കിൽ ഭാഗ്യം കൂടെ ഉണ്ടാവാൻ പ്രാർത്ഥിക്കണം. ഓം നമോ നാരായണായ എന്ന അഷ്ടാക്ഷരി ചൊല്ലുക. അതുപോലെ 7ാം ഭാവത്തിൻ്റെ അധിപനാണ് 8ൽ പോയി നിൽക്കുന്നത്. വ്യാഴത്തിൻ്റെ കൂടെയാണെങ്കിലും 7 8ലോട്ട് പോകുമ്പോൾ കുടുംബ ബന്ധങ്ങളിൽ ഇവിടെയും ചില പ്രശ്നങ്ങൾ കാണുന്നു. 7നെ കുടുംബ ബന്ധമായി മാത്രം കാണണ്ട. വിദേശത്ത് യാത്ര പോകാൻ പ്ലാനുണ്ടെങ്കിൽ, വിദേശത്ത് ഏതെങ്കിലും തരത്തിലുള്ള ബിസിനസ്സോ ജോലിക്കോ പ്ലാനുണ്ടെങ്കിൽ അതിന് ചെറിയ തടസ്സമുണ്ടാകാം. അതുപോലെ നാട്ടിൽ തന്നെ കൂട്ടു ബിസിനസ്സോ അല്ലെങ്കിൽ സഹകരിച്ച് പ്രവർത്തിക്കുന്ന മേഖലയോ ഉണ്ടെങ്കിൽ അതിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടാകാം. അല്ലെങ്കിൽ അങ്ങനെ നിൽക്കുന്നവർക്ക് എന്തെങ്കിലും അപകട സാധ്യതകൾ ഉണ്ടാകാം. അതിനൊക്കെ സാധ്യതയുണ്ട്. ഇതൊന്നും പക്ഷേ മാരകമാവാനുള്ള സാധ്യതയില്ല. കാരണം വ്യാഴം നിൽക്കുന്നത് 8ലാണെങ്കിലും വ്യാഴം ഒരിക്കലും കൂടെ നിൽക്കുന്ന ഗ്രഹത്തിൻ്റെ ദോഷാവസ്ഥകളെ പെരുപ്പിക്കില്ല. ഇവിടെ ചൊവ്വ ചെന്ന് നിൽക്കുന്നത് ബന്ധുവായ വ്യാഴത്തിൻ്റെ കൂടെയായതിനാൽ വലിയ ദോഷങ്ങൾ ഉണ്ടാവില്ല. എങ്കിലും ചൊവ്വ മാരകനായതിനാലും ഒരു ദുഷ്ടഗ്രഹമായതിനാലും അതിൻ്റേതായ ദോഷങ്ങൾ എപ്പോഴും കണ്ടുകൊള്ളണം. സ്പീഡിൽ വാഹനം ഓടിക്കുന്നത് നിയന്ത്രിക്കേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ തങ്ങളുടെ വാക്ക് തെറ്റായി വ്യാഖ്യാനിക്കപ്പെടുകയും അതുവഴി കലഹമോ പ്രശ്നമോ ഉണ്ടാകാനുള്ള സാധ്യതയും കാണുന്നു. അതുകൊണ്ട് തുലാക്കൂറുകാർ എപ്പോഴും വളരെ സൂക്ഷിച്ച് സംസാരിക്കുക. ഭാരമുള്ള വസ്തുക്കൾ, മൂർച്ചയുള്ള വസ്തുക്കൾ ഇതൊക്കെ ഉപയോഗിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കുക. ഉയരങ്ങളിലേക്ക് കയറുമ്പോൾ, പടികൾ കയറുമ്പോൾ ശ്രദ്ധിക്കുക. അവർ മജ്ജ, മാംസം, അതുപോലെ തന്നെ ചോര വാർന്നു പോകൽ,
മജ്ജയിലോ മാംസത്തിലോ ഏതെങ്കിലും തരത്തിലുള്ള മുറിവുണ്ടാകാനും ഒക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവരെ സംബന്ധിച്ചിടത്തോളം 5-ാം ഭാവത്തിലാണ് ശനി സഞ്ചരിക്കുന്നത്. 5-ലെ ശനി 4-ൻ്റെ അത്ര ദോഷം ചെയ്യില്ലെങ്കിലും ഭാഗ്യത്തിന് ചെറിയ തടസ്സമുണ്ടാക്കും. ഭാഗ്യത്തിന് തടസ്സമുണ്ടാകുകയും അഷ്ടമത്തിൽ പാപഗ്രഹം നിൽക്കുകയും ചെയ്യുമ്പോൾ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചാൽ പെട്ടെന്ന് അത് പരിഹരിക്കപ്പെടാൻ ബുദ്ധിമുട്ടുണ്ടാവും. അതുകൊണ്ട് ആരോഗ്യവും കാര്യങ്ങളും ശ്രദ്ധിക്കുക. ധനകാരകനായ വ്യാഴം 8-ൽ പോയി നിൽക്കുന്നതുകൊണ്ട് ധനം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ടെങ്കിലും അപ്രതീക്ഷിതമായി ധനം വന്നു ചേരാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് ചിലപ്പോൾ ലോട്ടറി അടിച്ചേക്കാം, അല്ലെങ്കിൽ കിട്ടില്ല എന്ന് വിചാരിച്ചിരുന്ന ധനം കിട്ടുകയൊക്കെ ചെയ്യാം. 6-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന രാഹു തങ്ങളുടെ പ്രവർത്തനങ്ങളിൽ കുറച്ചുകൂടി ഊർജ്ജസ്വലതയോടെ പ്രവർത്തിക്കാൻ സാധിക്കുമെങ്കിലും ഉദരരോഗം ഉണ്ടാകാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. അല്ലെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ 8-ൽ നിൽക്കുന്ന ചൊവ്വ ഉദരത്തിൽ എന്തെങ്കിലും മുറിവുണ്ടാക്കാനുള്ള സാധ്യതയും വർദ്ധിപ്പിക്കുന്നു. 2-ലെ 12-ൽ നിൽക്കുന്ന കേതു ചെലവ് വർദ്ധിപ്പിക്കും. പ്രത്യേകം ശ്രദ്ധിക്കുക, പ്രാർത്ഥിക്കുക. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 23, 24, 25, 26, 27 ദിവസങ്ങൾ താരതമ്യേന ഗുണമുള്ള ദിവസങ്ങളാണ്. അടുത്തത് വൃശ്ചികക്കൂറാണ്. വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ വിശാഖത്തിൻ്റെ അവസാനത്തെ കാൽഭാഗം, അനിഴം, കേട്ട നക്ഷത്രങ്ങളാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം 7-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന വ്യാഴവും ചൊവ്വയും കാര്യങ്ങളിൽ വളരെ പെട്ടെന്ന് ചില തീരുമാനങ്ങൾ എടുക്കാനുള്ള മനസ്സിൻ്റെ ശക്തിയെ വർദ്ധിപ്പിക്കുന്നു. കാത്തുകാത്തിരുന്ന് പ്രവർത്തിക്കുന്ന ഒരവസരം മാറുന്നു. എല്ലാത്തിനും ഒരു ചുറുചുറുക്കും ഉന്മേഷവും വരുന്നു. തങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന മേഖലയിലെ മന്ദഗതിയിലുള്ള പോക്ക് മാറി അത് വളരെ പെട്ടെന്നാകുന്നു. അതുപോലെ തന്നെ 9-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ശുക്രൻ വിവാഹ സംബന്ധമായ കാര്യങ്ങളിലും ഭാഗ്യത്തിൻ്റെ കാര്യത്തിലും ഇവരെ ഇപ്പോൾ കൂടുതലായി അനുഗ്രഹിക്കുന്നു. ദേവിയുടെ അനുഗ്രഹം പ്രത്യേകമായിട്ടുണ്ടാകുന്നു. ദുർഗയുടെ രാശിയിൽ സാക്ഷാൽ ലക്ഷ്മി ദേവിയാണ് പോയി നിൽക്കുന്നത്. അതുകൊണ്ട് ഭാഗ്യസ്ഥാനത്ത് മഹാലക്ഷ്മിയുടെ അനുഗ്രഹം ഇവർക്കിപ്പോൾ ഉണ്ടാകുന്നു. എന്നാൽ 9-ൽ നിൽക്കുന്ന സൂര്യൻ അത്ര നല്ലതല്ലാത്തതിനാൽ പിതാവിന് ശാരീരികമായ അവശതയോ, ഈ നക്ഷത്രക്കാരുടെ പിതാവിന് ശാരീരികമായ അവശതയോ അവർക്കെന്തെങ്കിലും മാനസിക വൈഷമ്യങ്ങളോ നേരിടേണ്ടി വന്നേക്കാം. അവർക്ക് കണ്ണ്, ഹൃദയം, ഞരമ്പുകൾ ഇതുമായി ബന്ധപ്പെട്ടും ശാരീരിക അവശത ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം 10-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ബുധൻ ഇവർക്കിപ്പോൾ ശാരീരികമായിട്ട് അതുപോലെ തന്നെ തങ്ങളുടെ ഇംപ്രഷൻ മറ്റുള്ളവരുടെ ഇടയിൽ വർദ്ധിപ്പിക്കാനുള്ള ചില പ്രത്യേകമായ മിടുക്കുമൊക്കെ ഉണ്ടാകും. തങ്ങൾക്ക് അറിവുള്ള മേഖലയിൽ നന്നായി പ്രവർത്തിക്കാനും അതുവഴി സാമ്പത്തിക ലാഭം ഉണ്ടാക്കാനും സാധിക്കും. വിദേശത്തു നിന്ന് വരുമാനമോ അല്ലെങ്കിൽ വിദേശവുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളുമായി സഹകരിച്ച് മുന്നോട്ട് പോകുവാനോ അത്തരം സ്ഥാപനങ്ങളിൽ ഈ നമ്മുടെ നാട്ടിൽ നിന്നുകൊണ്ടോ കേരളത്തിൽ നിന്നുകൊണ്ടോ അല്ലെങ്കിൽ ഭാരതത്തിൽ എവിടെ നിന്നുകൊണ്ടോ വേണമെങ്കിലും ഇവർക്ക് പ്രവർത്തിക്കാനുള്ളൊരു മനസ്സ് കാണുന്നു. അത്തരം സംരംഭങ്ങളുമായി മുന്നോട്ട് പോകാനുള്ള അവസരവും കാണുന്നുണ്ട്. സാമ്പത്തികമായിട്ട് ഒരു ഒഴുക്ക് ഇവർക്കുണ്ടാകുന്നു വിദേശവുമായി ബന്ധപ്പെട്ട രാജ്യങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ അവിടുത്തെ സ്ഥാപനങ്ങളിൽ നിന്നോ. അതുകൊണ്ട് തന്നെ പൊതുവെ കാര്യങ്ങൾ ഗുണകരമായി മുന്നോട്ട് പോകുന്നു. വാഹനം ഉപയോഗിക്കുമ്പോൾ ഇവർ ഇപ്പോഴും സൂക്ഷിക്കേണ്ടതാണ്. അതുപോലെ തന്നെ മൂല കുടുംബത്തിൽ, അതായത് ജനിച്ച കുടുംബത്തിൽ അമ്മയുടെ തറവാട്ടിലൊക്കെ ചെറിയ ചില പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഈ നക്ഷത്രക്കാരുടെ മാതാവിനും ശാരീരികമായ അവശതയോ പ്രശ്നങ്ങളോ മാനസിക വൈഷമ്യങ്ങളോ ഉണ്ടാകാം. അതുകൊണ്ട് അത് മനസ്സിലാക്കി അവരുടെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന തരത്തിൽ പെരുമാറാൻ ശ്രമിക്കുക. ഒരുപക്ഷെ ഈ വൃശ്ചികക്കൂറിൻ്റെ ഒരു പ്രശ്നം കുറച്ച് സ്വാർത്ഥമതിയാണ്. മറ്റുള്ളവർ തങ്ങളെക്കുറിച്ച് എത്രമാത്രം വേദനിക്കുന്നു എന്നുള്ള ചിന്ത അവർക്കുണ്ടാകണമെന്നില്ല. അതുകൊണ്ട് അവർ കുറച്ചുകൂടി മറ്റുള്ളവരെ കൂടി പരിഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ ഈശ്വരാധീനം വർദ്ധിക്കും. 6-ാം ഭാവാധിപനാണ് 7-ൽ പോയി നിൽക്കുന്നത്. അതുകൊണ്ട് തങ്ങൾ ഇതുവരെ പ്രവർത്തിച്ചിരുന്ന മേഖലകളിൽ ഏതെങ്കിലും തരത്തിലുള്ള കടമോ ബാധ്യതയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നിറവേറ്റാൻ സാധ്യമാകുന്ന ആഴ്ചയും പിന്നീട് വരുന്ന മാസങ്ങളും അങ്ങനെയാണ്. അതുകൊണ്ട് പൊതുവെ ഗുണകരമായിട്ടാണ് കാണുന്നത്. ഭാഗ്യം കടാക്ഷിക്കുന്ന ഒരു കാണുന്നുണ്ട്. പ്രത്യേകിച്ച് വിവാഹ സംബന്ധമായ കാര്യങ്ങളിലോ സഹകരണ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകുന്ന ബിസിനസ് സംരംഭങ്ങളിലോ ഒക്കെ ഗുണം കാണുന്നു. ശ്രദ്ധിക്കേണ്ടത് പാദങ്ങൾ ശ്രദ്ധിക്കുക. മാതാവിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങളിലും മാനസികമായ വിഷമങ്ങളിലും മുൻകൈയെടുത്ത് ഈശ്വരാധീനത്തോടുകൂടി പ്രാർത്ഥിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. വാഹനം സൂക്ഷിച്ച് ഓടിക്കുക തന്നെ വേണം. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് 21, 22, 27 ഉച്ചയ്ക്ക് ശേഷവും ഗുണകരമാണ്. അടുത്തത് ധനുക്കൂറാണ്. ധനുക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗം. 6-ൽ സഞ്ചരിക്കുന്നു ചൊവ്വ. 6-ലെ ചൊവ്വ ദോഷമൊന്നുമല്ല, കുറച്ചുകൂടി ഊർജ്ജസ്വലമായി തങ്ങളുടെ ശത്രുവിനെ നേരിടാനുള്ള മാനസിക ശക്തിയോടുകൂടി ഈ ധനുക്കൂറുകാർക്ക്, അതായത് മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗം നക്ഷത്രക്കാർക്ക് ഈ ആഴ്ച കഴിയും. പൊതുവെ അവർ പിന്നോട്ട് നിന്നിരുന്ന പല കാര്യങ്ങളിലും ചടുല മനസ്സോടുകൂടി മുന്നോട്ടിറങ്ങാനുള്ളൊരു മനസ്സുണ്ടാവും. പേടിച്ചിരുന്ന മനസ്സിൻ്റെ അവസ്ഥ മാറുന്നു. മനസ്സിന് കുറച്ചുകൂടി ധൈര്യം വരുന്നു. 6-ൽ വ്യാഴം നിൽക്കുന്നതിനാൽ ഈശ്വരാധീനം അല്ലെങ്കിൽ ഭാഗ്യത്തിന് ചെറിയ കുറവുണ്ടെങ്കിലും
പ്രാർത്ഥന കൊണ്ടും അതുപോലെ പ്രത്യേക പൂജ ഹോമാദികൾ കൊണ്ടും ജപം കൊണ്ടുമൊക്കെ അതിനെ നേരിടാൻ ഇവർക്കിപ്പോൾ സാധിക്കും. അങ്ങനെ ചെയ്യുന്നവർക്ക് തീർച്ചയായിട്ടും 6-ൽ നിൽക്കുന്ന ചൊവ്വ വലിയ സഹായമാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് 6-ാം ഭാവം പാപഗ്രഹങ്ങൾക്ക് നല്ലതാണ് എന്ന് ഉള്ള പ്രമാണം വച്ചിട്ട് ഇവിടെ ചൊവ്വ ഇവർക്ക് ഗുണമാണ്. എന്നാൽ ചൊവ്വ ഒരു ക്രൂരഗ്രഹമായി പരിഗണിക്കപ്പെടുന്നത് കൊണ്ട് 6-ാം ഭാവത്തിന് ഉദര ഭാഗങ്ങളുമായി ബന്ധമുള്ളതുകൊണ്ടും വയറ് സംബന്ധമായിട്ട് എന്തെങ്കിലും അവശതയോ രോഗമോ ഉണ്ടാകാം. ചില ശസ്ത്രക്രിയകൾ നേരിടേണ്ടി വന്നേക്കാം. ശത്രുവിന് മേൽ എന്തായാലും ഇവർക്ക് താൽക്കാലികമായിട്ടെങ്കിലും ഒരു വിജയം ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. അതുപോലെ തന്നെ അഷ്ടമത്തിൽ സഞ്ചരിക്കുന്നു ഇവർക്കിപ്പോൾ സൂര്യനും അതുപോലെ തന്നെ ശുക്രൻ അഷ്ടമത്തിൽ സഞ്ചരിക്കുമ്പോൾ തങ്ങളുടെ ജീവിത പങ്കാളിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും മനോവിഷമം ഉണ്ടാകാം. ചിലപ്പോൾ അതൊരു കലഹമാകാം, അല്ലെങ്കിൽ ആ ജീവിത പങ്കാളിക്ക് ഉണ്ടാകുന്ന ദുഃഖം ഇവരുടെ ദുഃഖമായി മാറാം. സാമ്പത്തികമായ എന്തെങ്കിലും ബാധ്യതയോ ജോലി കിട്ടാത്തതിൻ്റെ വിഷമമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ദുഃഖമോ ഇപ്പോൾ ജീവിത പങ്കാളിക്ക് ഉണ്ടാകുന്നത് ഇവർക്കും ഒരു ദുഃഖമായി മാറാം. അതുപോലെ തന്നെ അഷ്ടമത്തിൽ സഞ്ചരിക്കുന്ന സൂര്യൻ പിതാവിനും അത്ര നല്ലതല്ല. ഇവരുടെയും കണ്ണ്, അതുപോലെ ഹൃദയം, അതുപോലെ ഞരമ്പുകൾ, ഇത് പിതാവിനും സംഭവിച്ചേക്കാം. കണ്ണ്, അവരുടെ ഹൃദയം, അതുപോലെ തന്നെ ഞരമ്പ് ഭാഗങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അവശതയോ പ്രശ്നങ്ങളോ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ കർമ്മരംഗത്ത് ഇപ്പോഴും ഈ ധനുക്കൂറുകാർക്ക് ഏതെങ്കിലും തരത്തിലുള്ള തടസ്സമോ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. വ്യാഴത്തിൻ്റെ ദൃഷ്ടി 10-ാം ഭാവത്തിലേക്ക് ഉള്ളതുകൊണ്ട് ഈശ്വരാധീനം ഇവരെ ഇപ്പോൾ അതിൽ നിന്നെല്ലാം രക്ഷപ്പെടുത്തി സഹായിക്കുമെന്ന് കാണുന്നു. ആരെല്ലാം ഏതെല്ലാം തരത്തിലുള്ള പ്രതിബന്ധങ്ങളോ പാരകളോ ഒക്കെ വയ്ക്കുമെങ്കിലും അതിനെയൊക്കെ മറികടക്കാനുള്ള മാനസികവും ശാരീരികവുമായ ശക്തി മഹാവിഷ്ണു ഭഗവാൻ ബൃഹസ്പതി ഇവർക്ക് സമ്മാനിക്കും. അതുകൊണ്ട് തന്നെ ദോഷങ്ങൾ ഉണ്ടാകില്ല എന്ന് വേണം ചിന്തിക്കാൻ. അതുപോലെ 3-ാം ഭാവത്തിലെ ശനി എത്ര പരാജയപ്പെട്ടാലും ഉന്മേഷത്തോടു കൂടി നിൽക്കാനും എത്ര ദോഷങ്ങൾ വന്നാലും അതിനപ്പുറത്തെ ഒരു നന്മയുടെ വെളിച്ചമുണ്ട്, വിജയത്തിൻ്റെ വെളിച്ചമുണ്ടോ എന്ന് മനസ്സിനെ പറഞ്ഞു മനസ്സിലാക്കി മുന്നോട്ട് പോകാനുമുള്ള ഒരു കഴിവിപ്പോൾ ഇവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഗുണകരമായി വരും. 4-ാം ഭാവം ശ്രദ്ധിക്കുക. ചുറ്റുമുള്ള സമൂഹം എപ്പോഴും ഏതെങ്കിലും തരത്തിലുള്ള വിഷം തങ്ങളിലേക്ക് വമിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ട് നിൽക്കുകയാണ് എന്ന ബോധ്യത്തോടുകൂടി അങ്ങേയറ്റം കരുതലോടുകൂടി സ്വയം സംരക്ഷണം തീർത്തുകൊണ്ട് മുന്നോട്ട് പോവുക. പ്രാർത്ഥിക്കുക, അതാണ് പ്രധാനം. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് 23, 24, 25 ഉച്ചവരെ നല്ല ദിവസങ്ങളാണ്. അടുത്തത് മകരക്കൂറാണ്. മകരക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രാടത്തിൻ്റെ 2-ാമത്തെ മുക്കാൽ, തിരുവോണം, അവിട്ടത്തിൻ്റെ ആദ്യത്തെ അര. ഇവർക്കും ഞാൻ ഈ പറഞ്ഞതുപോലെ ഇപ്പോൾ 7ര ശനി പൂർണ്ണമായും ഒക്കെ മാറുന്നു. മാർച്ചോടുകൂടി ജന്മശനി ഇല്ല. അതുകൊണ്ട് തന്നെ വ്യാഴം 5-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നത് ഇവർക്ക് വളരെ ഗുണകരമാണ്. 5-ലെ വ്യാഴം മഹാഭാഗ്യത്തെ കൊണ്ടുവരുമെന്നുള്ളതാണ്. 5 മനസ്സാണ്, ക്രിയേറ്റിവിറ്റിയാണ്. അപ്പോൾ മനസ്സിൻ്റെ ക്രിയാത്മകമായ ശക്തിയെ വർദ്ധിപ്പിക്കുന്നു വ്യാഴം. അതുകൊണ്ട് തന്നെ കലാപരമായ കഴിവുള്ളവർ അല്ലെങ്കിൽ ജോലി സംബന്ധമായ കാര്യങ്ങളിൽ പ്രത്യേകമായ ചില ഭാവനകളുള്ളവർ അവർക്കൊക്കെ തന്നെയും നന്നായി ഷൈൻ ചെയ്യാൻ കഴിയുന്ന ഒരാഴ്ച തന്നെയാണ് ഈ ആഴ്ചയും ഇവർക്ക്. 5-ൽ പോകുന്ന ചൊവ്വയും അത്ര ദോഷമൊന്നും ചെയ്യില്ല. സന്താനങ്ങൾക്ക് നേരിയ തോതിലുള്ള ശാരീരിക അവശതയോ മറ്റ് ദേഹാസ്വാസ്ഥ്യങ്ങളോ ഉണ്ടാകുമെന്നല്ലാതെ വലിയ ദോഷങ്ങളൊന്നും ചൊവ്വ ചെയ്യില്ല വ്യാഴത്തിൻ്റെ കൂടെ നിൽക്കുന്നതിനാൽ. 5-ാം ഭാവത്തിലെ ചൊവ്വയ്ക്ക് ഒരു ഗുണമുള്ളത്, അത് മനസ്സിന് ഊർജ്ജസ്വലത തരും. എന്നാൽ അതനുസരിച്ച് ശരീരത്തെ പ്രവർത്തിപ്പിക്കുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള അപകടമോ ചെറിയ മുറിവുകളോ ഉണ്ടാക്കാം. പക്ഷേ വ്യാഴബന്ധത്താൽ അത് അത്ര ഒന്നും വരത്തില്ല. 7-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു ശുക്രനും സൂര്യനും. 7-ൽ ശുക്രനും സൂര്യനും ഒരുമിച്ച് നിന്നാൽ കുടുംബത്തിൽ നിന്ന് ചിലപ്പോൾ ചെറുതായിട്ടൊന്ന് വിട്ടു നിൽക്കാനുള്ള വശ്യതാബോധം കുറഞ്ഞ ഒരവസ്ഥ വരാം. അതായത് കുടുംബത്തിൽ അത്ര സുഖം കിട്ടുന്നില്ല എന്നൊരു തോന്നൽ വരാം. സംതൃപ്തി ഉണ്ടാകണമെന്നില്ല, മാനസികമായ സന്തോഷം ലഭിക്കണമെന്നില്ല എന്നൊരു തോന്നൽ വരാം. വളരെ കുറച്ച് നാളുകളെ അതൊക്കെ ഉണ്ടാകുകയുള്ളൂ. അത് മനസ്സിലാക്കി ജീവിത പങ്കാളി കൂടി പ്രവർത്തിച്ചില്ലെങ്കിൽ ഒരു കലഹത്തിനൊക്കെ സാധ്യതയുണ്ട് ഈ ആഴ്ച. കാരണം ശുക്രസൂര്യ ബന്ധം 7-ൽ അത്ര നല്ലതല്ല. മാത്രമല്ല സൂര്യൻ അവിടെ കുറച്ചുകൂടി ദുഷ്ടനുമാണ്. അപ്പോൾ ഇതെല്ലാം മനസ്സിലാക്കി ചിന്തിക്കുക. ചിലപ്പോൾ മറ്റേതെങ്കിലും തരത്തിലുള്ള ശാരീരികമായ അവശതയോ മറ്റേതെങ്കിലും തരത്തിലുള്ള അനാരോഗ്യപരമായ സംഭവങ്ങളോ ഉണ്ടെങ്കിൽ ഇവർക്കൊരു പക്ഷേ ഒന്ന് അകന്നു നിൽക്കേണ്ടി വന്നേക്കാം. ഈ അകൽച്ചയാണ്, താൽക്കാലികമായിട്ടെങ്കിലുമുള്ള ഈ അകൽച്ചയെയാണ് ഞാൻ സൂചിപ്പിച്ചത്. അതാണ് ശ്രദ്ധിക്കേണ്ടത്. പിന്നെ 9-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന കേതു പിതാവിനെ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയേക്കാം, അതും ശ്രദ്ധിക്കണം. ചില വലിയ യാത്രകൾ, പ്രത്യേകിച്ച് വിദേശവുമായി ബന്ധപ്പെട്ടുള്ള യാത്രകളൊക്കെ ആദ്യം ഒരു തടസ്സത്തോടു കൂടിയായിരിക്കും ആരംഭിക്കുക, പിന്നീടത് നന്നാവും, കാരണം വ്യാഴത്തിൻ്റെ ദൃഷ്ടിയാൽ. അതുകൊണ്ട് പൊതുവേ സാമ്പത്തികമായ നേട്ടത്തിൻ്റെ കാര്യത്തിലും കർമ്മ മേഖലയിലും മകരക്കൂറുകാർക്ക് ഇപ്പോഴും ഗുണം തന്നെയാണ് കാണുന്നത്. 2-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ശനി വാക്ക് വളരെ സൂക്ഷിച്ചുപയോഗിക്കാനും വീട്ടിൽ വളരെ നന്നായി പെരുമാറാനും ശ്രമിക്കണം എന്ന് അവരെ പ്രത്യേകമായി ഉപദേശിക്കുന്നു. 3-ലെ രാഹു തീർച്ചയായിട്ടും നല്ലതാണ്. അവർക്ക് മനസ്സിന് വളരെ സന്തോഷവും ക്രിയാത്മകമായ മേഖലയിൽ നന്നായി പ്രവർത്തിക്കാനുള്ള മനസ്സും സമ്മാനിക്കുന്നു.
സഹോദരന്മാർക്ക് ശാരീരികമായ അവശതയോ ത്വക്ക് രോഗമോ അല്ലെങ്കിൽ അലർജി അസുഖങ്ങളോ ഉണ്ടാകാനുള്ള സാധ്യതയും തള്ളിക്കളയാവുന്നതല്ല. മകരക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് 21, 22, 25 ഉച്ചയ്ക്ക് ശേഷം 26, 27 ഉച്ച വരെയും ഗുണപരമാണ്. അടുത്തത് കുംഭക്കൂർ. കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ അവിട്ടത്തിൻ്റെ രണ്ടാമത്തെ അര, ചതയം, പൂരുരുട്ടാതിയുടെ ആദ്യ മുക്കാൽ ഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളം 4-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു ചൊവ്വ, അതുപോലെ തന്നെ 4-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു വ്യാഴം. 4-ാം ഭാവത്തിലെ വ്യാഴത്തിൻ്റെ സഞ്ചാരം ഇവർക്ക് ഭൗതികമായ നേട്ടം സാമ്പത്തിക രൂപത്തിൽ എന്തായാലും ഇവർക്ക് അനുഗ്രഹമായി മാറും. കാശ് ഇവർക്കുണ്ടാകും, അല്ലെങ്കിൽ പണം ഇവർക്ക് നേടാൻ സാധിക്കും. അത് ലൗകികമായ കാര്യങ്ങൾക്ക് വേണ്ടി അവർ ഉപയോഗിക്കുകയും ചെയ്യും. സ്വന്തം ആരോഗ്യ സംരക്ഷണം, വീടുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിർമ്മാണങ്ങളിലോ അല്ലെങ്കിൽ വീടുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന മേഖലയിലോ ഇവർക്ക് ഇപ്പോൾ ശോഭിക്കാൻ സാധിക്കും. അല്ലെങ്കിൽ ഇതിനു മുമ്പുണ്ടായിരുന്ന പരാജയങ്ങൾ മാറ്റാനെങ്കിലും സാധിക്കും. പുതിയ ചില ആശയങ്ങൾ വരികയും അത് ഇവർക്ക് ഗുണകരമായി വരികയും ചെയ്യും. പൊതുവെ തങ്ങളുടെ പ്രവർത്തന മേഖലയിലും സമ്പത്ത് നേടുന്ന കാര്യത്തിലും ആശ്വാസകരമാണ് ഈ ആഴ്ചയും. സ്വന്തം വാക്കിനെ മാത്രം ശ്രദ്ധിക്കുക. ഏറ്റവും ആത്മാർത്ഥമായി വിശ്വസിക്കേണ്ടത് ഈശ്വരനെയും തങ്ങളുടെ കഴിവിനെയുമാണ്. മറ്റൊരു വാക്ക് ചിലപ്പോൾ കേട്ടാൽ, മറ്റുള്ളവരുടെ ഉപദേശം കേട്ടാൽ ചിലപ്പോൾ തെറ്റിദ്ധരിക്കപ്പെട്ട് വേറെ ഏതെങ്കിലും വഴിയിലൂടെ പരാജയം വരാനുള്ള സാധ്യതയുണ്ട്. കാരണം തങ്ങളുടെ തൊട്ടടുത്ത് നിൽക്കുന്നവർ പോലും ഈ അവസരത്തിലും തങ്ങൾക്ക് നേർ വിപരീതമായിട്ടാണ് ചിന്തിക്കുക എന്നുള്ള കാര്യം മറക്കാതിരിക്കുക. അതുപോലെ ആഹാരം കഴിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കുക. ഭക്ഷണത്തിൽ നിന്നും വിഷബാധ ഏൽക്കാനുള്ള സാധ്യത, അതുപോലെ ക്ഷുദ്രജീവികളുടെ ആക്രമണം, മുഖം വളരെ ശ്രദ്ധിക്കുക. മുഖത്ത് സ്കിൻ ഡിസീസോ മറ്റെന്തെങ്കിലും അലർജി അസുഖമോ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കണ്ണ്, മൂക്ക്, നാക്ക് ഈ ഭാഗങ്ങളൊക്കെ വളരെ ശ്രദ്ധിക്കുക. ചെവി ഉള്ള ഭാഗങ്ങളെല്ലാം ശ്രദ്ധിക്കുക. അഷ്ടമത്തിൽ കേതു നിൽക്കുന്നതുകൊണ്ട് വ്യാഴത്തിൻ്റെ ദൃഷ്ടിയിലാണെങ്കിലും അനവസരത്തിൽ അപ്രതീക്ഷിതമായി അപകട സാധ്യതകൾ പ്രത്യേകിച്ചും മുഖഭാഗത്തൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. വാക്ക് വളരെ സൂക്ഷിക്കുക. മറ്റുള്ളവരുടെ വാക്ക് ഇവർക്ക് മാനസികമായ വിഷമമുണ്ടാക്കും എന്ന് കാണുന്നുണ്ട്. ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് കേൾക്കേണ്ടി വരിക, ഇല്ലാത്ത കാര്യങ്ങൾ പറയുന്നതിന് സാക്ഷിയാവേണ്ടി വരിക, പരദൂഷണത്തിൻ്റെ മുമ്പിൽ നാണം കെടുക, ഇങ്ങനെയുള്ള ചില അവസരങ്ങളൊക്കെ കാണുന്നുണ്ട്. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക. എന്നാൽ സാമ്പത്തികമായി ദോഷം കാണുന്നില്ല, പ്രവർത്തനങ്ങളിലും വലിയ ദോഷം കാണുന്നില്ല. ദമ്പതികൾ തമ്മിലുള്ള, പ്രത്യേകിച്ച് ഇവരുടെ ജീവിത പങ്കാളിയുമായിട്ടുള്ള കാര്യത്തിലും ചെറിയ ചില ദോഷങ്ങൾ കാണുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ മോശപ്പെട്ട വാക്കുകൾ മറ്റുള്ളവരിൽ നിന്ന് കേട്ട് അത് തെറ്റിദ്ധരിച്ച് ജീവിത പങ്കാളി ചിലപ്പോൾ പിണങ്ങിയേക്കാനൊക്കെയുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് കാര്യങ്ങൾ അങ്ങേയറ്റം നേരിൻ്റെ രീതിയിൽ സുതാര്യമായി ചെയ്യാൻ ശ്രമിക്കുക. അടുത്തത് ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് 23, 24, 25 ഉച്ചവരെ, ശേഷം 27-ാം തീയതി ഉച്ചയ്ക്ക് ശേഷവും ഗുണകരമാണ്. അടുത്തത് മീനക്കൂർ. മീനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ പൂരുരുട്ടാതിയുടെ അവസാനത്തെ കാൽഭാഗം, ഉത്രട്ടാതി, രേവതി നക്ഷത്രങ്ങളാണ്. ഇവരെ സംബന്ധിച്ച് 3-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന വ്യാഴം സാമ്പത്തികമായി ഒരു നിയന്ത്രണം ഇവരുടെ മേൽ ഏർപ്പെടുത്തുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. പക്ഷേ 2-ാം ഭാവത്തിലെ വ്യാഴം 3-ൽ പോയി നിൽക്കുന്നത്, കിട്ടുന്നത് സ്ഥിരമായി ഈ ആഴ്ചയും ഇവർക്ക് കിട്ടണം, അതിന് ദോഷമൊന്നും കാണുന്നില്ല. ബുധൻ ഇവർക്ക് 6-ലോട്ടാണ് പോയിരിക്കുന്നത്. അപ്പോൾ 6-ലെ ബുധൻ സ്വന്തം കഴിവ് ചിലപ്പോൾ ഇവർക്ക് ഈ അവസരത്തിൽ ഈ ആഴ്ചയിൽ ഇവരെ സഹായിക്കണമെന്നില്ല. ഏകദേശം 15 ദിവസത്തോളം ഒരു രാശിയിൽ ബുധൻ നിൽക്കും. അതുകൊണ്ട് ഈ ആഴ്ചയും അടുത്ത ആഴ്ചയും തങ്ങളുടെ കഴിവിനെയും അതുപോലെ തങ്ങളുടെ പ്രവർത്തന മേഖലയെയും അങ്ങേ അറ്റം കരുതലോടുകൂടി കണ്ട് അതിനുവേണ്ടി പ്രവർത്തിക്കുക. ചെറിയ വിമർശനം പോലും ചിലപ്പോൾ ഇപ്പോൾ ഇവരെ തളർത്തിയേക്കാം. അതുപോലെ തന്നെ ചെറിയ ചില പാകപ്പിഴ പോലും വലിയ അബദ്ധമായി മാറാം. അതുകൊണ്ട് അങ്ങേയറ്റം ശ്രദ്ധയോടുകൂടി കരുതലോടുകൂടി തങ്ങളുടെ പ്രവർത്തന മേഖലയിൽ ഏർപ്പെടുക. അതുപോലെ ത്വക്കിന് എന്തെങ്കിലും കളർ വ്യത്യാസമോ എന്തെങ്കിലും അലർജി അസുഖമോ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. നീറ്റൽ പോലെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാകാം. പ്രത്യേകിച്ച് ചൂടുമായി ബന്ധപ്പെട്ട്, അതായത് കെമിക്കൽസുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ചൂട് കൂടുതലുള്ള പദാർത്ഥങ്ങൾ ശരീരത്തിൽ സ്പർശിക്കുകയോ അല്ലെങ്കിൽ അതുവഴിയുള്ള അഗ്നി പോലുള്ള കാര്യങ്ങൾ കൊള്ളുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ സ്കിന്നിനെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അടുക്കളയിൽ ഈ നക്ഷത്രക്കാരായ സ്ത്രീകൾ അടുക്കളയിൽ പ്രവർത്തിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കുക. തീയോടും ഇലക്ട്രിസിറ്റിയോടും ഇടപെടുമ്പോഴും അങ്ങേയറ്റം കരുതലെടുക്കുക. ഇവരെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ അണുബാധയുടെ പ്രശ്നങ്ങളാണ്. രാഹുകേതുക്കൾ ലഗ്നത്തിലും 7-ലും നിൽക്കുമ്പോൾ, ലഗ്നമെന്നാൽ ശരീരമായതുകൊണ്ട് ശരീരത്തിൽ കാണാത്ത തരത്തിൽ അല്ലെങ്കിൽ ഹിഡനായിട്ടുള്ള ചില രോഗബാധകളോ അലർജി അസുഖങ്ങളോ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് എന്തെങ്കിലും ലക്ഷണങ്ങൾ ശരീരം കാണിച്ചാൽ തുടക്കത്തിലേ തന്നെ അതിന് ട്രീറ്റ്മെൻറ്റ് നടത്തുക. അതുപോലെ തങ്ങളെക്കുറിച്ച് തങ്ങളുടെ ജീവിത പങ്കാളിയുടെ അടുത്തോ അല്ലെങ്കിൽ തങ്ങൾ പ്രവർത്തന മേഖലയിൽ സഹകരിക്കുന്ന ആൾക്കാരുമായി ബന്ധപ്പെട്ടോ ഒക്കെ മോശപ്പെട്ട വർത്തമാനങ്ങൾ കേൾക്കുക,
അവരെക്കുറിച്ച് ഇങ്ങോട്ട് കേൾക്കുക. ഈ നക്ഷത്രക്കാരായ വ്യക്തികൾ അത്തരം കർമ്മമേഖലകളിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അവരെക്കുറിച്ച് കൂടെയുള്ളവരോട് മോശപ്പെട്ട രീതിയിൽ വാക്കുകൾ പറയുക ഒക്കെ ഉണ്ടാകാം ഈ ആഴ്ച. തെറ്റായ ധാരണകൾ, തെറ്റായ ചിന്തകൾ ഇതെല്ലാം വരാം. ഇതൊന്നും നിലനിൽക്കണമെന്നില്ല. കാരണം രാഹുകേതുക്കൾ ഛായാഗ്രഹങ്ങളാണ്, തോന്നിപ്പിക്കും. അതുകൊണ്ട് അത്തരം തോന്നലുകളിൽ വീണ് അബദ്ധങ്ങളിൽ ചെന്ന് ചാടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒന്നാമത് ഏഴര ശനി തുടങ്ങിക്കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ 1.5 വർഷത്തോളം ആയി ഏഴര ശനി തുടങ്ങിയിട്ട്. അപ്പോൾ അതിൻ്റെ കാർക്കശ്യം പൊതുവെ ഇനി വർദ്ധിക്കും. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. മാത്രമല്ല വ്യാഴവും അനുകൂല സ്ഥലത്തല്ല. ചെറിയ ചില ഗ്രഹങ്ങളുടെ അനുഗ്രഹത്താലാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് എന്നുള്ള കാര്യം മറക്കാതിരിക്കുക. ഇവരെ സംബന്ധിച്ചിടത്തോളം 5-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ശുക്രൻ എന്തായാലും ഗുണത്തെ ചെയ്യും. പക്ഷേ കൂടെ സൂര്യനുമുണ്ട്. ശുക്രൻ അവിടെ ചില കാര്യങ്ങളിൽ നിയന്ത്രണമുണ്ടെങ്കിലും സാമ്പത്തികത്തിൻ്റെ കാര്യത്തിലും പ്രവർത്തന മേഖലയിലും ദോഷമുണ്ടാക്കില്ല. പ്രത്യേകിച്ചും ബുദ്ധിയും ക്രിയേറ്റിവിറ്റിയും ഉപയോഗിച്ചുള്ള പ്രവർത്തനങ്ങളിൽ ഗുണത്തെ നൽകും. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 21, 22, 25-ാം തീയതി ഉച്ചയ്ക്ക് ശേഷം 26, 27 ഉച്ചവരെയും നല്ലതാണ്. എല്ലാ ആഴ്ചയും ആവർത്തിക്കുന്നതാണ് എങ്കിലും പറയുന്നു. ഓം ശനീശ്വരായ നമഃ എന്ന് ജപിക്കുക ശനിദോഷ പരിഹാരത്തിന് പ്രധാനം. കലിയുഗത്തിൽ ജപമാണ് പരമപ്രധാനം. ശനിയാഴ്ച ദിവസം വ്രതശുദ്ധി പാലിക്കുക, കറുത്ത വസ്ത്രം ധരിക്കുക, കാക്കയ്ക്ക് ഇടത്തെ കൈകൊണ്ട് എച്ചിൽ കൊടുക്കുക, തെരുവ് നായ്ക്കൾക്ക് ആഹാരം കൊടുക്കുക. അതുപോലെ എല്ലാവരോടും സമമനസ്സോടുകൂടി പെരുമാറാൻ ശ്രമിക്കുക. ഉച്ചനീചത്വങ്ങൾ ഒരിക്കലും പാടില്ല. അഹങ്കാരമില്ലാതെ പ്രവർത്തിക്കുക. ശനിദേവന് നവഗ്രഹങ്ങളിൽ ശനിദേവന് കറുത്ത വസ്ത്രം സമർപ്പിക്കുക. അതുപോലെ തന്നെ ശാസ്താവിൻ്റെ അമ്പലത്തിൽ ക്ഷേത്ര ദർശനം നടത്തുക, നീരാഞ്ജനം സമർപ്പിക്കുക. അടുത്തത് ഓം നമോ നാരായണായ ജപിക്കുക വ്യാഴദോഷത്തിനായി. മഞ്ഞപ്പട്ട് സമർപ്പിക്കുക വിഷ്ണുദേവന്, അല്ലെങ്കിൽ നവഗ്രഹങ്ങളിൽ വ്യാഴത്തിന് ബൃഹസ്പതിക്ക് മഞ്ഞപ്പട്ട് സമർപ്പിക്കുക. അതുപോലെ നെയ്വിളക്ക് കത്തിക്കുക, പാൽപ്പായസ നൈവേദ്യം നടത്തുക. ഇതെല്ലാം തന്നെ വ്യാഴദോഷ പരിഹാരത്തിന് വളരെ ഗുണകരമാണ്. അതുപോലെ തന്നെ ഓം ഗം ഗണപതയെ നമ എന്ന് കേതുദോഷ പരിഹാരത്തിന് ഗണപതിക്ക് കറുകമാല അർപ്പിക്കുക. കാല ഭൈരവൻ്റെ ക്ഷേത്രത്തിൽ ദർശനം നടത്തുക. അതുപോലെ ഗണപതിക്ക് തേങ്ങ ഉടയ്ക്കുന്നതും ഗണപതി ഹോമം നടത്തുന്നതും അർച്ചന നടത്തുന്നതുമൊക്കെ നല്ലതാണ്. നാഗദോഷ പരിഹാരത്തിനായി ഓം നാഗായ നമ എന്ന് ജപിക്കുക. നാഗങ്ങൾക്ക് പ്രത്യേകമായി പക്കനാളിന്, ഈ നക്ഷത്രക്കാരുടെ പക്കനാളിനോ അല്ലെങ്കിൽ ആയില്യം വരുന്ന ഉത്സവ നാളിനോ 100 പാലും നൽകുക. എല്ലാവർക്കും നല്ലൊരാഴ്ചയാവട്ടെ എന്ന് ആശംസിക്കുന്നു. വീണ്ടും കാണാം അടുത്ത ആഴ്ച. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.